വീക്ക്ലി ഉള്ള ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമുക്കറിയാം, നമ്മള് ശ്രീമദ് ഭാഗവതത്തിന്റെ വളരെ മനോഹരമായ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. എന്താണ് നാരദ മഹർഷി ഭക്തി എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് എന്ന് സ്വന്തം ഉദാഹരണം കൊണ്ട് നാരദ മഹർഷി ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? ശിഷ്യനായ വ്യാസദേവന് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തിനെ എഴുതാനുണ്ടായ സാഹചര്യങ്ങളിലാണ് ഈ ഒരു കാര്യം വരുന്നത്. അതില് നമ്മള് കഴിഞ്ഞ തവണ കണ്ടത് നാരദ മഹർഷിയുടെ മാതാവ് 5 വയസ്സുള്ള ആ ബാലനായിരുന്ന സമയത്ത് ആകെ ഒരേ ഒരു ആയിരുന്നു. ആ അമ്മ ഒരു ദിവസം ഈ ഭക്തന്മാർക്ക് എന്താണ് റിവേഴ്സൽസ്, ജീവിതത്തില് തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചത്. ഭക്തന്മാർ വന്നിട്ട് തങ്ങൾക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുമുള്ള ജീവിതത്തിന്റെ റിവേഴ്സസിനെയും അല്ലെങ്കിൽ എന്താണ് ദുഃഖങ്ങളെയും വളരെ പക്വതയോടെ ആണ് കാണുന്നത്. നമ്മളെല്ലാം പത്രത്തിലും ടിവിയിലും ഒക്കെ ഇപ്പൊ കാണാറുണ്ട്. ചെറിയൊരു നിരാശയോ ചെറിയൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ മദ്യത്തിനും മയക്കുന്നത് ആയിട്ട് കാണാറുണ്ട്. പക്ഷേ ഈ ടോളറൻസ്, അതായത് സഹിഷ്ണുത എന്ന് പറയുന്നത് മനുഷ്യന് അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം, ഭൗതിക ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സുഖവും ദുഃഖവും ഒരുമിച്ച് വരുന്ന സ്ഥലമാണ്. ദുഃഖം വരുന്നത് പോലെ തന്നെ സുഖവും വരും. പക്ഷെ സുഖത്തിന്റെ സമയത്ത് ആരും സഹിഷ്ണുതയെക്കുറിച്ച് ചിന്തിക്കാറില്ല. ദുഃഖത്തിന്റെ സമയത്താണ് ആൾക്കാർ ചിന്തിക്കുന്നത് തന്നെ. അപ്പോ ഈ തരത്തിൽ, അതായത് ഒരു ആത്മജ്ഞാനം ലഭിച്ചതുമാകട്ടെ, ആത്മജ്ഞാനം ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുമായ ഭക്തനാവട്ടെ, അയാള് ആധ്യാത്മികമായിട്ട് പുരോഗമിക്കുന്നു എന്നതിന്റെ ലക്ഷണം ഈ പ്രകാരമുള്ള തിരിച്ചടികളെ അല്ലെങ്കിൽ ഈ പ്രകാരമുള്ള ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അതായത് ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെയൊക്കെ ഏത് തരത്തിൽ അയാൾ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അയാൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അത് ഒരു ജീവിതത്തിന്റെ അവസാനമായിട്ടോ അല്ലെങ്കിൽ എന്താണ് നിരാശാജനകമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അയാൾ ചിലപ്പം കരഞ്ഞെന്നിരിക്കും. അയാള് ബാക്കിയുള്ള സാധാരണ ആൾക്കാരെ പോലെയുള്ള ഇമോഷൻസ് ഒക്കെ കാണിച്ചെന്നിരിക്കും. പക്ഷെ ഒരിക്കലും അയാള് ആ ഒരു അവസരത്തിൽ നിന്നും വീണു പോയിട്ട് ഭക്തിയെ ഉപേക്ഷിക്കുകയോ ഭഗവാനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഭക്തന്മാരെ കുറ്റപ്പെടുത്തുകയോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ഇതൊന്നും ചെയ്യാറില്ല. അയാൾക്ക് അറിയാം തന്റെ കർമ്മം എന്ന് പറയുന്നത് താൻ ജനിച്ചപ്പോൾ മുതൽ ഒരു ഭാണ്ഡക്കെട്ട് പോലെ തന്റെ കൂടെ നിൽക്കുന്നതാണ്. അതിനനുസരിച്ച് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് താൻ ചെയ്യുന്നത് ഭക്തിയാണ്. പക്ഷെ ഭക്തി എന്ന് പറയുന്നത് ഒരു ക്ലെൻസിങ് പ്രോസസ് ആണ്. അതായത് എന്താണ്, ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഒരു ദിവസം ഭക്തി ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഇല്ലാതാകുന്നില്ല. കർമ്മം, അതായത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് 5 കാര്യങ്ങൾ: ഈശ്വരൻ, ജീവ, പ്രകൃതി, കാല, കർമ്മ. ഈ ഈശ്വര, ജീവ, പ്രകൃതി, കാല, ഇത് 4ഉം നമുക്ക് മാറ്റാൻ പറ്റാത്തതാണ്. ഈശ്വരൻ പരമദിവ്യോത്തമ പുരുഷൻ, ജീവൻ നമ്മള്, അതായത് ജീവാത്മാവ്, അതൊന്നും. പിന്നെ പ്രകൃതിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ എന്താണ്? കാലം, ടൈമിനെയും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ആകെപ്പാടെ ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ്? കർമ്മം. അതായത് ഈ കർമ്മം എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ അയാൾ വിചാരിക്കും, എന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റൂല ഒന്നും. പക്ഷെ ഇനി മുന്നോട്ട് ഞാൻ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഭക്തൻ എന്ത് ചെയ്യും? വളരെ വിശ്വാസത്തോടു കൂടി ആചാര്യന്മാരുടെയും വൈഷ്ണവരുടെയും ഭഗവാന്റെയും വാക്കുകളെ അപ്പോ എന്താണ് ഭഗവാൻ ഇവിടെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ, മിസറി ഇസ് സീൻ ആസ് മേഴ്സി. 2 വാക്ക് ഒരുപോലെയാണ്, മിസറി ആൻഡ് മേഴ്സി, അല്ലെ? മിസറി എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖങ്ങൾ. മേഴ്സി എന്ന് പറഞ്ഞാൽ എന്താണ്?
കാരുണ്യം. അപ്പൊ ഈ ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ദുഃഖത്തിന്റെ രൂപത്തിലും വരാം. നാരദ മഹർഷിക്ക് വന്നത് അത് തന്നെയാണ്. നാരദ മഹർഷിക്ക് ആകെ അറ്റാച്ച്മെന്റ് ആയിട്ട് ഒരേ ഒരു അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരുമില്ല ആ കുട്ടിക്ക്, വെറും 5 വയസ്സുള്ള ബാലൻ. പക്ഷെ ആകസ്മികമായി ആ മാതാവ് മരണപ്പെട്ടപ്പോൾ നാരദ മഹർഷി, എന്തൊരു ക്രൂരതയാണ് ഈശ്വര നീ എന്നോട് ചെയ്യുന്നത്, ഇത്ര നാള് ഞാൻ നിനക്ക് എന്ത് തെറ്റാണ് ചെയ്തത്, അതാണ് ഇതാണെന്നും പറഞ്ഞ് ഒരിക്കലും വന്നിട്ട് എന്ത് ചെയ്തില്ല, ബ്ലെയിം ചെയ്തില്ല. ചുറ്റുമുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്തില്ല, ആ ആരെയും ബ്ലെയിം ചെയ്തില്ല. എന്താണ്, എനിക്ക് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമായി എന്ത് നാരദ മഹർഷി ആ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ആ ഒരു അവസരത്തെ കാണുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു യാത്രയ്ക്ക് പോകുന്നു. നമ്മൾ ആ യാത്രയും കണ്ടു. കാട്ടിലും മേട്ടിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ആത്മജ്ഞാനം ലഭിച്ച ചെറിയ കുട്ടിയാണ്. അദ്ദേഹത്തിന് ഭയം എന്ന് പറയുന്നത് സാധാരണ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും, കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഉണ്ടാകും. ആശ്രയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ ഒരു കുട്ടിയെയും കൊണ്ട് ഒരു കാർണിവലിന് പോവുകയാണ്. അപ്പൊ അച്ഛന്റെ കയ്യിൽ നിന്ന് ആ കുട്ടിക്ക് പെട്ടെന്ന് ഒരു ആൾക്കൂട്ടത്തിൽ അകപ്പെട്ടു പോയാൽ എന്ത് സംഭ്രമവും ഉണ്ടാകും ആ കുട്ടിക്ക്. പക്ഷെ ഈ നാരദ മഹർഷി അങ്ങനെയല്ല. നാരദ മഹർഷിക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്രയം എന്നേക്കുമായാണ് പോയത്. ഇവിടെ ഈ കുട്ടിക്ക് പ്രതീക്ഷയുണ്ട് അച്ഛൻ എന്നെ തിരിച്ച് കണ്ടുപിടിക്കുമെന്ന്. പക്ഷെ നാരദ മഹർഷിക്ക് അമ്മ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന് സംഭ്രമം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കാട്ടിലും മേട്ടിലും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ സൃഷ്ടി എങ്ങനെയാണ് എന്ന് അറിഞ്ഞ് ഈ ബാലൻ സഞ്ചരിക്കുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. എന്നിട്ട് നമ്മൾ കണ്ടു ആ ബാലൻ നഗരത്തിൽ കൂടെയും പട്ടണങ്ങളിൽ കൂടെയും ഗ്രാമങ്ങളിൽ കൂടെയും കൃഷിസ്ഥലങ്ങളിൽ കൂടെയും ഒക്കെ സഞ്ചരിച്ചു. പക്ഷെ സ്വന്തമായിട്ട് എങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ചെന്ന് ഒരു ജോലി ചോദിച്ചു കളയാം, എനിക്ക് ഇനി ആരാണ് എന്താണ് എന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്, ഇതൊന്നും നാരദ മഹർഷി ചിന്തിച്ചില്ല. അതായത് ആ കുട്ടി ചിന്തിച്ചില്ല. അവൻ അവിടെ എന്ത് ചെയ്യുന്നു, ജോലിക്ക് കയറിയിട്ട് ഇനി എന്റെ കാര്യം ഞാൻ തന്നെ നോക്കണം, അമ്മയില്ല എന്നെ നോക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയല്ല. പരിപൂർണമായിട്ടും ഭഗവാനിൽ ആശ്രയിച്ച ഒരു വ്യക്തിയെയാണ് നമ്മൾ നാരദ മഹർഷിയുടെ ആ ബാല്യകാലത്തിൽ കാണുന്നത്. ഇത് വന്നിട്ട് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. അനുകരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണെങ്കിലും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, നാരദ മഹർഷിയുടെ ജ്ഞാനവും നമ്മുടെ ജ്ഞാനവും വ്യത്യസ്തമാണ്. നാരദ മഹർഷിയുടെ റിയലൈസേഷൻ, വിജ്ഞാനവും നമ്മുടെ റിയലൈസേഷനും വ്യത്യസ്തമാണ്. നമ്മൾ ഒരു ദിവസം സുപ്രഭാതത്തില് എന്താണ്, ഇതെല്ലാം എന്നെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റാൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ഭാര്യയും വേണ്ട, പിള്ളേരും വേണ്ട, വീടും വേണ്ട എന്നും പറഞ്ഞിട്ട് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിക്കരുത്. കാരണം അതെന്താണ്, ഫൽഗു വൈരാഗ്യം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു, രൂപഗോസ്വാമിയും പറയുന്നു. ഫൽഗു വൈരാഗ്യം എന്താണ്? ഈ വൈരാഗ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ ഉന്നതിയിലേക്ക് വരുമ്പോൾ, ആധ്യാത്മിക പുരോഗതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നതാണ്. ആർട്ടിഫിഷ്യൽ, അതായത് എന്ന് വെച്ചാൽ കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കുന്നില്ല, മടി, ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട് ഉപേക്ഷിച്ചു പോകുക, ജോലി ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമാണ്. അത് എന്താണ്, ഫൽഗു വൈരാഗ്യം. ആരും അതിനെ സപ്പോർട്ട് ചെയ്യുകയില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഹൃദയത്തിൽ അയാൾക്ക് പരിവർത്തനമില്ല, അല്ലേ? നാരദ മഹർഷിക്ക് ഹൃദയത്തിൽ ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല, അയ്യോ ഞാൻ എന്ത് ചെയ്യും, നാളെ ഞാൻ എന്ത് ചെയ്യും. കാരണം പൂർണ്ണമായിട്ടും അദ്ദേഹം ഭഗവാനെ ആശ്രയിച്ചിരുന്നത് കൊണ്ട് കാട്ടിലും മേട്ടിലും എല്ലാം നടന്ന് വെള്ളവും കുടിച്ച് പഴങ്ങളും ഭക്ഷിച്ച് അദ്ദേഹം ജീവിതം പോക്കി. പക്ഷേ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 2 ദിവസം പട്ടിണി കിടന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് എന്താ വരും, അയ്യേ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ചെയ്ത് കഴിഞ്ഞത് നമുക്ക് മാറ്റാനും പറ്റുകയില്ല. തിരിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോസ് തിരിച്ചു കയറ്റൂല, ഉടമ നമ്മൾ ജോലി ചെയ്തിരുന്ന ആള് നമ്മളെ തിരിച്ചെടുക്കൂല. പിന്നെ നമ്മൾ കുറെ കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് എടുത്തു ചാടി തീരുമാനങ്ങൾ, അനുകരിക്കുന്നത് പോലത്തെ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. ഭക്തന്മാരുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ആധ്യാത്മിക പുരോഗതി വരുമ്പോ സ്വാഭാവികമായിട്ടും വരേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ എന്താണ്, പതിനാലാമത്തെ ശ്ലോകം 14ാമത്തെ ശ്ലോകം മുതൽ 14ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ നിർത്തിയത്. ഓക്കെ, അപ്പോ 14ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് തുടങ്ങാം. പക്ഷെ അതിനു മുന്നേ നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം, ഭഗവാനെയും ഗുരുവിനെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ജയ രാധ മാധവ
कुंज बिहारी गोपी जन वल्लभ गिरिवरधारी जय राधा माधव कुंज बिहारी गोपी जन वल्लभ गिरिवरधारी यशोदानंदना व्रज जन रंजन यशोदानंदना व्रज जन रंजना यमुना तीरवनचारी यमुना तीरवनचारी जय राधा माधव कुंज बिहारी गोपी जन वल्लभ गिरिवरधारी जय राधा माधव कुंज बिहारी गोपी जन वल्लभ गिरिवरधारी हरे कृष्णा हरे 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 रामा राम राम हरे हरे जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय जय गौरनिताय जय जय प्रभुपाद जय गुरुदेव जय जय गुरुदेव। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नमा ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदांत स्वामिन्निधि नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ശ്രീമദ് ഭാഗവതം 1:6-14 ഒന്നാമത്തെ ക്യാൻറ്റോ 6ാമത്തെ ചാപ്റ്റർ കോൺവെർസേഷൻ ബിറ്റ്വീൻ നാരദ ആൻഡ് വ്യാസദേവ 14ാമത്തെ ശ്ലോകം പരിശ്രാന്തേന്ദ്രിയ ആത്മാഹം ധൃത്പരീതോ ബുഭുക്ഷിതഃ സ്നാത്വാ പീത്വാ ഹൃദേ നദ്യാ ഉപസ്പൃഷ്ടോ ഗതശ്രമഃ परिश्रान्तेन्द्रियात्माहं तृट्परीतो बुभुक्षितः स्नात्वा पीत्वा हृदे नद्या उपस्पृष्टो गतश्रमः। അനുഷ്ടുപ്പിലാണ് നമ്മൾ വായിക്കുന്നത്. പരിശ്രാന്തേന്ദ്രിയാത്മാഹം തൃത്പരീതോ ബുഭുക്ഷിതഃ സ്നാത്വാ പീത്വാ ഹൃദേ നദ്യാ ഉപസ്പൃഷ്ടോ ഗതശ്രമഃ. എന്താണ് പറയുന്നത് നാരദ മഹർഷി? പരിശ്രാന്ത ഇന്ദ്രിയ ആത്മ അഹം. അഹം എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ. കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ നാരദ മഹർഷി. അപ്പൊ പറയുകയാണ്, ഞാൻ അങ്ങനെ ഒരുപാട് യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്ത് പരിശ്രാന്തം. എന്താണ് പരിശ്രാന്തം? ക്ഷീണിച്ചു അല്ലെ? എങ്ങനെ ക്ഷീണിച്ചു? ഇന്ദ്രിയങ്ങൾ കൊണ്ടും ശാരീരികമായും മാനസികമായും ഒക്കെ ക്ഷീണിച്ചു. എങ്ങനെ ക്ഷീണിച്ചു? തൃത് പരീതോ ബുഭുക്ഷിതഃ. തൃത് പരീത എന്ന് പറഞ്ഞാൽ വളരെ ദാഹം തോന്നി. ബുഭുക്ഷിതഃ വിശപ്പ് തോന്നി. ഇതൊക്കെയാണ് ആ കുട്ടിക്ക് ഉണ്ടായത്. എന്ത് ചെയ്തു? എന്ത് ചെയ്യും ഇങ്ങനെയുള്ള സമയത്ത്? ഒരു സന്യാസി എന്ത് ചെയ്യും? അതാണ് നാരദ മഹർഷി പറഞ്ഞു തരുന്നത്. ആ കുട്ടി ഒരു സന്യാസിയേക്കാൾ വന്നിട്ട് കീഴെ ഒന്നുമല്ല.
സന്യാസി എല്ലാം ത്യജിച്ച് എന്ത് ചെയ്യുകയാണ്? ഭഗവാനിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ് അല്ലേ? അപ്പോ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ആ ഒരു പരിവ്രജകന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? ഈ ഈ ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ശരീരം സ്വീകരിച്ച ആൾക്കാർക്ക് എല്ലാം എന്തുണ്ടാകും? വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യും? അതാണ് നാരദ മഹർഷി പറയുന്നത്, സ്നാത്വാ, എന്ത് ചെയ്തു? ഞാന് സ്നാനം ചെയ്തു, പീത്വാ, കുടിച്ചു, ഹ്രദേ, എവിടെയാണ്? ഭഗവാന്റെ തന്നെ പ്രകൃതിയില് അതിനുള്ള എല്ലാ തരത്തിലുള്ള ഉപാധികളും ഉണ്ട്. ഹ്രദേ, സരസ്സുകളില്, നദ്യാ, നദികളില്, അങ്ങനെ എന്താണ്? അങ്ങനെ നദികളിലും സരസ്സുകളിലും ഒക്കെ പോയി ഞാൻ എന്ത് ചെയ്തു? എന്റെ വിശപ്പും ദാഹവും ഒക്കെ ശമിപ്പിച്ചത് കൊണ്ട് ഉപസ്പൃഷ്ടോ ഗതഃ ശ്രമഃ, അങ്ങനെ എന്റെ ക്ഷീണത്തിൽ നിന്നും ഞാൻ ആശ്വാസം ലഭിച്ചു. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിശപ്പും ദാഹവും ഉണ്ടാവുകയും ഞാന് നദികളിൽ വന്നിട്ട്, സരസ്സുകളിലും നദികളിലും വന്നിട്ട് എന്ത് ചെയ്യുന്നു? വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ എനിക്ക് വളരെയധികം ആശ്വാസമുണ്ടായി. പിന്നെ ഇതിനകത്ത് പ്രഭുപാദ് പറയുന്നു, എന്താണ് ഒരു പരിവ്രജക ആചാര്യന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആവശ്യം സാധാരണ വളരെ കുറച്ചേ വരികയുള്ളൂ. വിശപ്പും ദാഹവും തോന്നുമ്പോൾ അതിനെ ശമിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രകൃതിയിൽ ഭഗവാൻ തന്നെ അയാൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് സന്യാസിമാർ ഗൃഹസ്ഥന്മാരുടെ അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ ഗൃഹസ്ഥന്മാരുടെ അടുത്ത് വാതിൽക്കൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു സെന്റൻസ് പറയുന്നുണ്ട്, ദ മെൻഡിക്കന്റ് therefore does not go to the house of a householder to beg but to enlighten him spiritually. അതായത് ഭിക്ഷാം ദേഹി ഗൃഹസ്ഥന്റെ ഭവനത്തിൽ ആഗമിക്കുന്നത് യാചിക്കാനല്ല. അയ്യോ എനിക്ക് അയാൾ തന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഈ ഗൃഹസ്ഥൻ എനിക്കൊന്നും തന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചത്തുപോകുമല്ലോ എന്നല്ല അയാൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. നേരെ മറിച്ച് ആ ഗൃഹസ്ഥനെ ആത്മീയമായി പ്രബുദ്ധനാക്കാൻ, ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഭൗതിക ലോകത്തില് അങ്ങനെ എന്താണ് ഒരു കെട്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ ഹൗസ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഗൃഹസ്ഥന്മാർ. അവർക്ക് ഡിറ്റാച്ച്മെന്റ്, അതായത് ഭൗതികതയിൽ നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടിയിട്ട് പടിപടിയായിട്ട് മുന്നേറാൻ എന്ത് ചെയ്യണം? ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട്. അപ്പോ ഈ പ്രകാരമുള്ള ഭിക്ഷാം ദേഹികള് ഒരു ഗൃഹസ്ഥന്റെ ഭവനത്തിൽ വരുന്നത് യാചിക്കാൻ വേണ്ടിയിട്ടല്ല. അവർക്ക് വെള്ളം കുടിച്ചും പഴങ്ങൾ കഴിച്ചും ഒക്കെ ജീവിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ എന്തിനാണ് ഗൃഹസ്ഥന്റെ ഭവനത്തിൽ വരുന്നത്? ആ ഗൃഹസ്ഥനെ ആത്മീയമായി പ്രബുദ്ധനാക്കാൻ. അവിടെയും പരദുഃഖ ദുഃഖി എന്ന് പറയുന്ന അവരുടെ കാരുണ്യം, കമ്പാഷൻ എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ ഒരു സന്യാസി നമ്മളെ കാണാൻ വരുമ്പോ അയാളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ദാനം ചെയ്താൽ മാത്രമേ അയാൾക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ജ്ഞാനം ദാനം ചെയ്യാൻ. ആരാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം അല്ലെങ്കിൽ ദാനം സ്വീകരിക്കാൻ പോകുന്നത്? നമ്മളാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഡൊണേഷൻ കൊടുത്തു കഴിയുമ്പോൾ ആ സന്യാസിക്കാണ് നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ആ ജ്ഞാനത്തിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ ഒന്നും കാണുകയില്ല. കാരണം അത്രയ്ക്കും അമൂല്യമായിട്ടുള്ള വിവരം അല്ലെങ്കിൽ ജ്ഞാനമാണ് ആര് തരുന്നത്? ആ സന്യാസി തരുന്നത്. യഥാർത്ഥത്തിൽ ജ്ഞാനം ദാനമായി സ്വീകരിക്കുന്നത് നമ്മളാണ്. ഓക്കെ, അപ്പൊ അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. തസ്മിൻ നിർമനുജേരണ്യേ പിപ്പലോപസ്തഹാശ്രിതഃ ആത്മാനാത്മാനമാത്മസ്ഥം യഥാശ്രുതം അചിന്തയം. തസ്മിൻ നിർമനുജേ അരണ്യേ പിപ്പലോപസ്ത ആശ്രിതഃ ആത്മാനാത്മാനം ആത്മസ്ഥം യഥാശ്രുതം അചിന്തയം. തസ്മിൻ നിർമനുജേ അരണ്യേ പിപ്പലോപസ്ത ആശ്രിതഃ ആത്മാനാത്മാനം ആത്മസ്ഥം യഥാശ്രുതം അചിന്തയം. ഇതിനകത്ത് ഒരുപാട് ആത്മ എന്നുള്ള വാക്ക് വരുന്നുണ്ട് അല്ലെ. ഈ ആത്മാവിന് പലതരത്തിലുള്ള അർത്ഥമുണ്ട്. കോണ്ടെക്സ്റ്റ്, അതിൽ അല്ലെങ്കിൽ സന്ദർഭം അനുസരിച്ച് ആത്മാവ് എന്നുള്ള വാക്ക് പലതിനു വേണ്ടിയിട്ടും പലതിനെയും കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കും. നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം. തസ്മിൻ,
നിർമനുജേ, മനുജൻ ആരാണ്? മനുജൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. നിർമനുജേ, നിർ എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഉണ്ട്, ഇല്ല, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നിർ എന്ന് പറയുന്നത്. അപ്പോ നിർമനുജേ എന്ന് പറഞ്ഞാൽ മനുഷ്യവാസമില്ലാത്ത. എവിടെ? അരണ്യേ. നമ്മൾ കേട്ടിട്ടുണ്ട് അരണ്യകാണ്ഡം അല്ലെ? അരണ്യം എന്ന് പറഞ്ഞ വനം. അരണ്യേ പിപ്പലോ ഉപസ്ഥ ആശ്രിത. പിപ്പല എന്താണ്? പിപ്പലായനൻ. നമ്മൾ കേട്ടിട്ടുണ്ട് പലരുടെയും. പിപ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽവൃക്ഷം അല്ലെങ്കിൽ ആൽമരം എന്നാണ്. ഇനി ഉപസ്ഥനായി അല്ലെങ്കിൽ ഇരുന്നു, ആശ്രിത അതിന്റെ തണലിൽ വന്നിട്ട് അതിന്റെ ആ ഒരു വലിയ വടവൃക്ഷത്തിന്റെ തണലിൽ ഇരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആത്മാനം ആത്മസ്ഥം. 3 ആത്മയാണ് ഇവിടെ ഉള്ളത്. ആത്മാനം ആത്മസ്ഥം. എന്താണ് ഈ 3? എല്ലാം ഒരുപോലെ തോന്നും അല്ലേ നമ്മൾക്ക്? എന്താണ് ഈ ആത്മ എന്ന് ഇവർ പറയുന്നത്? എന്താണ് നാരദ മഹർഷി പറയുന്നത്? ആദ്യത്തെ ആത്മാന എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച്, രണ്ടാമത്തെ ആത്മാനം എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, മൂന്നാമത്തെ ആത്മസ്ഥം എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ, ആത്മസ്ഥം, ഞാൻ ആത്മസ്ഥം, എന്റെ ഉള്ളിൽ സ്ഥിതനായിരിക്കുന്ന ആരെയാണ് നാരദ മഹർഷി ധ്യാനിക്കാൻ പോകുന്നത്? നാരദ മഹർഷിക്ക് എന്താണ്? ഭഗവാന്റെ ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മര്യാദയ്ക്ക് ജപിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറയുന്നത്? ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കണം. ഒരുപാട് എന്താണ് കഠിനമായിട്ടുള്ള തപശ്ചര്യകൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. ശരീരത്തെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള തപശ്ചര്യകൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മളുടെ ആത്മീയ പുരോഗതി അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്റ്റെബിലിറ്റി, സന്തുലിത അവസ്ഥനെ എന്ത് ചെയ്യും? ഭയങ്കര മോശമായിട്ട് ബാധിക്കും. ഒരുപാട് 2-3 ദിവസമൊക്കെ പട്ടിണി കിടന്ന് ശരീരത്തിനെ എന്ത് ചെയ്യുകയാണ്? ഉപവാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള ആവശ്യമില്ലാത്ത കുറച്ച് ബുദ്ധിമുട്ടുകൾ ശാരീരികമായി ചെയ്യുന്നതും വന്നിട്ട് ആത്മജ്ഞാനത്തിന് ആത്മജ്ഞാനത്തിന് നല്ലതല്ല എന്ന് പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഒരുപാട് വ്രതങ്ങൾ. ആവശ്യമുള്ള കാര്യം തന്നെ ഈ ശരീരം എന്ന് പറയുന്നത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ്. ഇതിന് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ദ്രോഹങ്ങൾ ഈ ശരീരത്തിന് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സേവനം ചെയ്യാൻ പോലും ആരോഗ്യമില്ലാത്തവരായി മാറും. അതുകൊണ്ട് ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത്, എന്തെങ്കിലും അസുഖം വരുമ്പോൾ ചികിത്സിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് യഥാർത്ഥത്തിൽ വൈരാഗ്യം എന്ന് പറയുന്നത്. ഈ ശരീരം എന്താണ്? ഞാൻ ആത്മാവാണ്, ശരീരമല്ല എന്ന് വിചാരിച്ചിട്ട് ശരീരത്തിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചു കളയാൻ വേണ്ടി, അതിനെ ഉപദ്രവിക്കാൻ വേണ്ടി നടക്കരുത്. അതെന്താണ്? ഫൽഗു വൈരാഗ്യമാണ്. കാരണം ഈ ശരീരം ആരുടെയാണ്? ഭഗവാൻ തന്ന ശരീരമാണ്. ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ്. ചൈതന്യ ചരിതാമൃതത്തില് സനാതന ഗോസ്വാമി ശരീരത്തിലെല്ലാം വന്നിട്ട് എന്താണ്? അദ്ദേഹത്തിന് ഒരു സ്കിൻ ഡിസീസ്, ത്വക്ക് രോഗം ബാധിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിലെല്ലാം ഭയങ്കര വ്രണങ്ങളൊക്കെ ഉണ്ടായി. അതിൽ നിന്നും ചലവും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു. അദ്ദേഹം ഒരു പുതപ്പ് കൊണ്ട് മൂടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് പോകുന്നത്. ചൈതന്യ മഹാപ്രഭു ഈ ശരീരം വന്നിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം, സനാതന ഗോസ്വാമി എന്ത് ചെയ്യുന്നു? അദ്ദേഹം ആത്മഹത്യയെ കുറിച്ച് വരെ ചിന്തിച്ചു. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. ആ ശരീരം, ഭഗവാൻ വന്നിട്ട് ആ ശരീരം, അതായത് അദ്ദേഹത്തിന്റെ ഈ ഒരു അൺടച്ചബിൾ എന്ന് സനാതന ഗോസ്വാമി തന്നെ കരുതിയ ആ ശരീരത്തെ എന്ത് ചെയ്യുന്നു? അദ്ദേഹം, ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ആലിംഗനം ചെയ്തിട്ട് പറയുന്നു, ഇത് നിന്റെ ശരീരമല്ല, എന്റെ ശരീരം. ശരിയാണ്. കാരണം നമ്മൾക്കുള്ളത് എല്ലാം ഭഗവാൻ തന്നതാണ്. ഈ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. പഞ്ചഭൂതങ്ങൾ ആരുടെ നിയന്ത്രണത്തിലാണ്? അല്ലെങ്കിൽ ആരാണ് പഞ്ചഭൂതങ്ങളെ വന്നിട്ട് നമ്മൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്? ഭഗവാന്റെ അല്ലാത്ത ഒന്നും നമുക്കില്ല. അതുകൊണ്ട് സ്വന്തം ശരീരം പോലും നമ്മുടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ പ്രകാരം ഈ വിശപ്പും ദാഹവും ശമിപ്പിക്കേണ്ടത് ഏതൊരു ജീവാത്മാവിന്റെയും ഉദ്ദേശമാണ്, അല്ലെങ്കിൽ ആവശ്യമാണ്. ഈ ഒരു എന്താണ്, ഒരുപാട് ശരീരത്തെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വ്രതശുദ്ധികളൊന്നും ആവശ്യമില്ല. കാരണം വളരെ സിമ്പിൾ ആണ്. ഈ നമ്മുടെ ഭക്തിയോഗം എന്ന് പറയുന്നത് ഒരുപാട് തലകുത്തി നിന്ന് ചെയ്യേണ്ട വ്രതങ്ങളോ കഠിനമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല.
അതിൻ്റെ അകത്ത് ആകെ ഉള്ളത് എന്താണ്? നാമം ജപിക്കുക മാത്രം. നാക്കും കൈയും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നാമം ജപിക്കാം. നിങ്ങൾക്ക് ഒരു കൈ ഒടിഞ്ഞിരുന്നാലും ഈ കൈ കൊണ്ട് നാമം ജപിക്കാൻ പറ്റും. അഥവാ രണ്ട് കൈ ഒടിഞ്ഞിരുന്നാലും നിങ്ങൾക്ക് വായ കൊണ്ട് ജപിക്കാൻ പറ്റും. ഇനി വായ കൊണ്ടും ജപിക്കാൻ പറ്റില്ല, ഊമയാണെന്ന് വിചാരിച്ചോ, മനസ്സിൽ ജപിക്കാൻ പറ്റും. എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ഭക്തിയോഗം എന്ന് പറയുന്നത് കലികാലത്ത് അത്ര സുലഭമാണ്, വളരെയധികം എളുപ്പമുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? അദ്ദേഹം തന്റെ വിശപ്പും ദാഹവും ഒക്കെ നാച്ചുറലി തന്നെ ശമിപ്പിച്ചു, അല്ലെ? പ്രകൃതിദത്തമായ കാര്യങ്ങൾ കൊണ്ട് ശമിപ്പിച്ചിട്ട് ആത്മാനം ആത്മസ്ഥം. ആദ്യത്തെ കാരണം അദ്ദേഹത്തിന് ജ്ഞാനം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് തന്റെ അൾട്ടിമേറ്റ് എയിം, ഭഗവാനെ ധ്യാനിക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ കുട്ടി എന്ത് ചെയ്യുന്നു? വേറെ ആരെയും ആശ്രയം പ്രാപിക്കാനില്ല, ആരുമില്ല, സ്വത്തോ വീടോ ഒന്നുമില്ല, ജോലിയില്ല, ഒന്നുമില്ല, പൂർണ്ണമായും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് താനെന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ധ്യാനയോഗമാണ് ആര് ചെയ്യാൻ പോകുന്നത്? അന്നത്തെ കാലത്താണ്. നമ്മൾ അനുകരിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരല്ല. കാരണം നാരദ മഹർഷി ചെയ്യുന്നത് പോലെ ധ്യാനയോഗം നമുക്കിപ്പോ ചെയ്യാനും പറ്റൂല. അപ്പോ ധ്യാനയോഗമാണ് ആര് ചെയ്യാൻ പോകുന്നത്? നാരദ മഹർഷി ചെയ്യാൻ പോകുന്നത് ധ്യാനയോഗം. യോഗികൾ എന്താണ് ചെയ്യുന്നത്? ഹൃദയത്തിലുള്ള പരമാത്മാവിനെയാണ് ധ്യാനിക്കുന്നത്. സശംഖ ചക്രം സകിരീട കുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സ ഹാര വക്ഷസ്ഥല ശോഭി കൗസ്തുഭം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം. എന്താണ്? ചതുർഭുജനായ പരമാത്മാവിനെയാണ് ആര് ധ്യാനിക്കുന്നത്? ധ്യാനയോഗം പരിശീലിക്കുന്ന ആൾക്കാർ, അഷ്ടാംഗ യോഗം പരിശീലിക്കുന്ന ആൾക്കാരൊക്കെ ധ്യാനിക്കുന്നത്. നാരദ മഹർഷിയും അതേപോലെ ചെയ്യുകയാണ്. ആത്മാനം ഇന്റലിജൻസ്, ആത്മാനം ആരാണ്? പരമാത്മാവാണ്. മൂന്നാമത്തെ ആത്മാനം ആരാണ്? ഞാൻ തന്നെയാണ്, അല്ലെ? എന്താണ് ആത്മാനം? ആത്മാനം ആത്മസ്ഥം. ആത്മന ആത്മാനം ആത്മസ്ഥം. ആത്മന ആത്മാനം ആത്മസ്ഥം. എന്റെ ശരീരത്തിൽ തന്നെ നിലകൊള്ളുന്ന ആ പരമദിവ്യോത്തമ പുരുഷന്റെ വിസ്തരണമായ ആരാണ്? പരമദിവ്യോത്തമ പുരുഷന്റെ ഒരു രൂപമായ പരമാത്മാവിനെയാണ് ധ്യാനിക്കുന്നത്. വെറുതെ അല്ല ധ്യാനിക്കുന്നത്. ഇതിന്റെ അവസാനത്തെ ആ വേഴ്സ് ഈ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് തോന്നുന്ന വിധത്തിൽ എന്ത് ചെയ്യാൻ പറ്റുകയില്ല? നമുക്ക് ഭക്തിയോഗം പരിശീലിക്കാൻ പറ്റുകയില്ല. യഥാശ്രുതം അചിന്തയം. ഞാൻ ശ്രവിച്ചതുപോലെ എന്താണ്? മുക്താത്മാക്കളിൽ നിന്നും ഞാൻ കേട്ടതല്ല. ആരിൽ നിന്നും കേട്ടതാണ്? മുക്താത്മാക്കളിൽ നിന്നും. ഭക്തി വേദാന്തികളിൽ നിന്നുമാണ് കേട്ടത്, വെറുതെയുള്ള ആൾക്കാരിൽ നിന്നല്ല. കേട്ടുകേൾവി അല്ല, നമ്മളുടെ സ്വന്തം എന്താണ് ഇതുമല്ല. എന്താണ്? യഥാശ്രുതം അചിന്തയം. എന്താണ് യഥാശ്രുതം എന്ന് പറഞ്ഞാൽ ആസ് ഐ ഹാഡ് ഹേർഡ് ഇറ്റ് ഫ്രം ദ ലിബറേറ്റഡ് സോൾസ്. മുക്താത്മാക്കളിൽ നിന്നും കേട്ടത്, അതിനെ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ബുദ്ധി ഉപയോഗിച്ച് എന്റെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവിനെ ഞാൻ ധ്യാനിച്ചു. എന്താണ്? നമുക്ക് വായിക്കാം. അനന്തരം മനുഷ്യവാസമില്ലാത്ത ആ വനത്തിൽ ഒരു ആൽമരത്തണലിൽ മുക്താത്മാക്കളിൽ നിന്നും ഞാൻ അഭ്യസിച്ചതുപോലെ എന്റെ ബുദ്ധി സാമർഥ്യത്തെ പ്രയോജനപ്പെടുത്തി അന്തർവർത്തിയായി നിവിഷ്ടനായിരിക്കുന്ന പരമാത്മാവിനെ ധ്യാനിക്കാൻ ആരംഭിച്ചു. കണ്ടോ? ഇതിനകത്ത് പ്രഭുപാദ് പറയുന്നു, സ്വന്തം മനോരഥത്തിനനുസരിച്ച് ഒരാൾ ധ്യാനത്തിൽ ഏർപ്പെടരുത്. ഉത്തമ വിശ്വാസയോഗ്യനായ യഥാർത്ഥ ആത്മീയാചാര്യൻ എന്ന സുതാര്യ മാധ്യമത്തിലൂടെ ആധികാരികമായ ധർമ്മശാസ്ത്ര കേന്ദ്രങ്ങളിൽ നിന്നും ശരിയായ രീതി മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്ന വഴി അല്ല ഭക്തിയോഗം പരിശീലിക്കേണ്ടത്. അതിനാണ് നമ്മൾക്ക് ആര് വേണ്ടത്? സ്പിരിച്വൽ മാസ്റ്റർ അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുനാഥൻ വേണ്ടത്. അപ്പൊ ഇതാണ് നാരദ മഹർഷി നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ്? തോന്നുന്നത് പോലെ അല്ല ധ്യാനം ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? എങ്ങനെ ധ്യാനം ചെയ്യണം? യഥാശ്രുതം അചിന്തയം.
നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ധ്യായതശ്ചരണാംഭോജം ഭാവനിർജിതചേതസഃ ഓത്കണ്ഠ്യാശ്രുകലാക്ഷस्य ഹൃദി ആസീന്മേഷനൈർഹരി. ധ്യായതശ്ചരണാംഭോജം ഭാവനിർജിതചേതസാ ഓത്കണ്ഠ്യാശ്രുകലാക്ഷस्य ഹൃദി ആസീന്മേഷനൈർഹരി. ധ്യായതശ്ചരണാംഭോജം ഭാവനിർജിതചേതസാ ഔത്കണ്ഠ്യാശ്രുകലാക്ഷस्य ഹൃദ്യാശീന്മേഷനൈർഹരി. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം. എന്താണ് ധ്യാനം കൊണ്ട് നാരദ മഹർഷിക്ക് ലഭിച്ചത്? ധ്യായതസ്, എന്ത് ചെയ്യുകയായിരുന്നു? അദ്ദേഹം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു? ഒരു മെഴുകുതിരി വെളിച്ചത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ? അല്ല. ഒരു പ്രകാശത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ? അല്ല. ശൂന്യതയെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണോ? അല്ല. എന്താണ് ധ്യാനിച്ചു കൊണ്ടിരുന്നത്? ചരണാംഭോജം, പാദപങ്കജങ്ങൾ. ഭഗവാന്റെ മുഖത്തിനെയും അല്ല ധ്യാനിക്കുന്നത്. ഭഗവാന്റെ കയ്യോ കാലോ കയ്യോ വക്ഷസ്ഥലമോ ഒന്നും അല്ല ധ്യാനിക്കുന്നത്. ഭക്തന്മാർക്ക് എപ്പോഴും ധ്യാനിക്കാൻ വേണ്ടിയിട്ട് എന്താണുള്ളത്? പാദപങ്കജങ്ങളാണുള്ളത്. കാരണം അവിടെയാണ് നമ്മളുടെ സ്ഥാനം എന്ന്, അൾട്ടിമേറ്റ്ലി നമ്മളുടെ സ്ഥാനം എന്ന് പറയുന്നത് ആ പാദത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നവനാണ് ഭക്തൻ. അപ്പൊ എന്താണ് ധ്യാനിക്കുന്നത്? ചരണ അംബോജം, പരമദിവ്യോത്തമ പുരുഷന്റെ പാദാംബുജം. ഇനി എന്താണ്? ഭാവനിർജിത ചേതസഃ. വെറുതെ അല്ല ധ്യാനിക്കുന്നത്, മെക്കാനിക്കൽ. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളോട് കോൺസെൻട്രേറ്റ് എന്ന് പറയും. എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഈ കോൺസെൻട്രേഷൻ എന്താണ് പ്രത്യേകത? എന്താണ്? ഭാവനിർജിത ചേതസഃ. ചേതസ് എന്താണ്? മനസ്സ്. എങ്ങനത്തെ മനസ്സ്? ഭാവനിർജിത ചേതസ. വെറുതെ ഇരുന്ന് ധ്യാനിക്കുകയല്ല ചെയ്യുന്നത്. ഭഗവാന്റെ പടിപടിയായിട്ടുള്ള, നമ്മൾ നേരത്തെ കേട്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സുകൾക്ക് മുമ്പ് ഒക്കെ നമ്മൾ കേട്ടു. എന്താണ്? ഈ ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ, ഇങ്ങനെ പല ലെവലിലാണ് നമ്മളുടെ പുരോഗതി വരുന്നത്. എവിടെ? ആധ്യാത്മികതയിൽ വരുന്നത്. അപ്പോ ഈ പുരോഗതി അനുസരിച്ച് ഒരാൾക്ക് എന്തുണ്ടാവും? ഭഗവാനോടുള്ള അട്രാക്ഷനിൽ വ്യത്യാസം ഉണ്ടാകും. ശ്രദ്ധയുള്ള ആൾക്കാർക്ക് എന്താണ്? വേവറിങ് ആണ് ആ ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നത്. ശ്രദ്ധ കഴിഞ്ഞ് സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി കഴിയുമ്പോഴത്തേനും അത് ഫിക്സഡ് ആകും. പിന്നെ നിഷ്ഠ, രുചി, ആസക്തി, ഇതൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഭഗവാൻ എന്ന് പറയുന്നത് അവരുടെ എന്താണ്? അൾട്ടിമേറ്റ്ലി അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാകും. അത് മാത്രമല്ല, അദ്ദേഹം ഇല്ലാതെ ഒരു ക്ഷണം പോലും എന്ത് ചെയ്യാൻ പറ്റുകയില്ല? ഭക്തന് നിലനിൽക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമത്തിൽ മനസ്സ് പരിണമിപ്പിച്ച ചേതസ്, ആ മനസ്സുകൊണ്ടാണ് ആര് ചെയ്യുന്നത്? ഈ ധ്യാനം ചെയ്യുന്നത്. വെറുതെ നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മൾ പറയുന്നത്, അനുകരണം എന്ന് പറയുന്നത് ഇവിടെ പോസിബിളേ അല്ല. കാരണം എന്താണ്? നമ്മളുടെ മനസ്സിൽ ഇത്രത്തോളം എന്തില്ല? പ്യൂരിറ്റി ഇല്ല. ഭാവം എന്ന് പറയുന്ന ആ ഒരു പടിപടിയായിട്ടുള്ള ഉയർച്ച കൊണ്ട് കിട്ടുന്ന ആ ഒരു ലെവലിൽ നമ്മൾ എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾക്ക് ഈ പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ധ്യാനം ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് എന്താണ്? അനുകരിക്കാൻ പാടില്ല. പിന്നെ എന്ത് സംഭവിച്ചു? ഔത്കണ്ഠ്യ അശ്രുകലാക്ഷസ്യ. എന്താണ് ഔത്കണ്ഠ്യ? ഔത്കണ്ഠ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാൻ ഈഗർനെസ് ആണ്. എന്താണ്? അത്യധികം ഉത്കണ്ഠയാണ്. എങ്ങനെയെങ്കിലും ഭഗവാനെ ഒന്ന് കാണണം. അതിനു വേണ്ടിയിട്ടാണ്. കാരണം ഇത്ര നാളും ഭഗവാനെ കാണാതെ ഇരുന്ന ജീവാത്മാവ് എവിടെയായിരുന്നു? അദ്ദേഹം വന്നിട്ട് നമ്മളെല്ലാവരും ഭഗവാനോടൊപ്പം ആധ്യാത്മിക ലോകത്തില് സ്ഥിരം അദ്ദേഹത്തെ ക്ഷണം തോറും കണ്ടുകൊണ്ടിരുന്നതാണ്. ഒരു ക്ഷണം പോലും ഭഗവാൻ നമ്മുടെ കണ്ണിൽ നിന്നും മറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മുന്നിൽ പ്രത്യക്ഷനായിരുന്നു, സംസാരിക്കുമായിരുന്നു. പലതരത്തിലുള്ള സ്നേഹലാളനങ്ങൾ ഭഗവാൻ നമുക്ക് തരുമായിരുന്നു. പക്ഷെ അതെല്ലാം മറന്നിട്ട് നമ്മളുടെ ചെറിയൊരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് സ്വയമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു?
ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഭൗതിക ലോകത്തിൽ അകപ്പെട്ടു പോകുന്നത്. ഭൗതിക ലോകത്തിൽ അകപ്പെട്ടു പോയ കണക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താണ്, കോടാനുകോടി വർഷങ്ങൾ അചിന്ത്യമായിട്ടുള്ള കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഭഗവാനിൽ നിന്നും അകന്നു നിൽക്കുന്നത്. എത്ര ജന്മങ്ങൾ നമ്മൾ എടുത്തു നമുക്കറിയില്ല. ഇപ്പൊ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മള് കണ്ടാമിനേറ്റഡ് ആണ്. അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ കൊണ്ട് ഭഗവാൻ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ട് ഭഗവാൻ, പക്ഷെ കാണാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ അനർത്ഥങ്ങൾ വന്നിട്ട് നമ്മളെ എന്ത് ചെയ്യുകയാണ്, നമ്മളുടെ ദൃഷ്ടിയെ ഭഗവാനിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ നാരദ മഹർഷി എന്ത് ചെയ്യുന്നു, ആ കുട്ടി ആ ജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യുകയാണ്, അനർത്ഥങ്ങളെ എല്ലാം ഇല്ലാതാക്കി. അപ്പോഴാണ് അദ്ദേഹത്തിന് ഭഗവാനെ എങ്ങനെയെങ്കിലും കാണണം എന്ന് എന്തുണ്ടാകുന്നത്, ആഗ്രഹം ഉണ്ടാകുന്നത്. ആ എന്ത് ചെയ്യും, ആ ആഗ്രഹം എന്ന് പറയുന്നത് അത്ര ഉത്കണ്ഠയാണ്. ഉത്കണ്ഠ കൊണ്ട് അശ്രുകല അക്ഷസ്യ, അക്ഷി എന്താണ്, കണ്ണ്. അശ്രുകല അക്ഷസ്യ എന്ന് പറഞ്ഞാൽ അശ്രുക്കൾ പൊഴിയുന്ന കണ്ണുകളോടുകൂടി എന്ത് ചെയ്യുകയാണ് നാരദ മഹർഷി, അല്ല ആ കുട്ടി, ഹൃദി ആസീൻമേ ശനൈർ ഹരി. ഒരു ഭക്തൻ ഇങ്ങനെ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന് വേറെ ഒരു നിവൃത്തിയില്ല വരാതെ. എന്ത് സംഭവിക്കുന്നു, ശനൈ, താമസം വിന. ആര്, ഹരി, പരമദിവ്യോത്തമ പുരുഷൻ എവിടെ പ്രത്യക്ഷപ്പെട്ടു, ഹൃദി ആസീൻ, ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാണ്, ധ്യായത ശരണാംഭോജം ഭാവനിർജിത ചേതസഃ ഔത്കണ്ഠ്യ അശ്രുകലാക്ഷസ്യ ഹൃദി ആസീൻ ശനൈർ ഹരി. പെട്ടെന്ന് തന്നെ വന്നു. ഒരുപാട് കാലം ഒന്നും അദ്ദേഹത്തിന് കാത്തു നിൽക്കേണ്ടി വന്നില്ല. കാരണം എന്താണ്, ഭക്തന്മാര് സിൻസിയർ ആയിട്ട് വിളിച്ച ഭഗവാൻ വരും എന്നുള്ള കാര്യത്തില് സംശയമൊന്നുമില്ല. ഇതാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. എന്താണ്, അതീന്ദ്രിയ പ്രേമത്താൽ പരിണമിപ്പിച്ച എന്റെ മനസ്സാൽ പരമദിവ്യോത്തമ പുരുഷന്റെ പാതാരവിന്ദങ്ങളെ ധ്യാനിക്കാൻ ആരംഭിച്ചയുടൻ എന്റെ നയനങ്ങളിൽ നിന്നും അശ്രുക്കൾ ധാരധാരയായി പ്രവഹിക്കുകയും താമസം വിനാ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണൻ എന്റെ ഹൃദയത്തിൽ പ്രാദുർഭവിക്കുകയും ചെയ്തു. ഈ പ്രാദുർഭവിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ വാക്കായിട്ട് എടുക്കരുത്. പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ്, നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമ്മളും നാരദ മഹർഷിയുടെ ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം പ്രഭുപാദ് ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്, ഭാവ is significant here. The bhava stage is attained after one has transcendental affection for the Lord. നമുക്കില്ലാതെ നമ്മൾ അനുകരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മൾ തോറ്റുപോകും. നമുക്ക് ഭഗവാനെ കാണാൻ ഇപ്പൊ പറ്റില്ല. കാരണം എന്താണ്, ഞാൻ ഭഗവാനെ കണ്ടു, സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മളുടെ തോന്നൽ മാത്രമാണ്. കാരണം എന്താണ്, ഭഗവാനെ കാണാനും സംസാരിക്കാനും നമുക്ക് പറ്റുന്നെങ്കിൽ നാരദ മഹർഷി ചെയ്തതുപോലെ വേറെ ഒരു അറ്റാച്ച്മെന്റും നമുക്ക് ഉണ്ടാവുകയില്ല. ഭൗതികയിലേക്ക് തിരിച്ചു വരണമെന്ന് തോന്നുകയുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നാൽ ആ കാണുകയും സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് എന്താണ്, ഭാവനയാണ്. സ്വഭാവ എന്ന പദം ഇവിടെ അർത്ഥവത്താണ്. ഈ ഭാവ അവസ്ഥ പ്രാപ്തമാകുന്നത് ഭഗവാനോട് അതീന്ദ്രിയ പ്രേമം അനുഭവപ്പെട്ടതിന് ശേഷമാണ്. നമ്മളൊക്കെ ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി ഈ സ്റ്റേജസിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഒരിക്കലും ഇതിനെ ചാടിക്കടന്ന് ഈ ലാഡറിന്റെ മേലേക്ക് എന്താണ് ലീപ്പ് ചെയ്ത് കയറാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ലീപ്പ് ചെയ്ത് കയറാമെന്ന് വിചാരിക്കുന്നവര് എന്ത് ചെയ്യും, നേരെ താഴെ പോകും. തിരിച്ച് താഴെ സഹജീയ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും. കാരണം എന്താണ്, നമുക്ക് മേലേക്ക് കയറാൻ പറ്റത്തില്ലെങ്കിൽ ഭഗവാനെ വലിച്ച് താഴെയിടാം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ വിശുദ്ധ സത്വമായിട്ടുള്ള ഭഗവാൻ ആരാണ്, അദ്ദേഹത്തിന്റെ സച്ചിദാനന്ദ രൂപം വിശുദ്ധ സത്വം എന്ന് പറയുന്നത് ഈ ഭൗതിക അവസ്ഥയിലേക്ക് വരാൻ ഉള്ളതല്ല. അല്ലെങ്കിൽ ഭൗതിക അവസ്ഥയിൽ അദ്ദേഹം വരികയില്ല. നമ്മൾ ഇമാജിൻ ചെയ്യും, ഞാൻ കൃഷ്ണന്റെ ഗോപിയാണ്, ഞാൻ കൃഷ്ണന്റെ മയിലാണ്, ഞാൻ കൃഷ്ണന്റെ ഓടക്കുഴലാണ്, ഞാൻ കൃഷ്ണന്റെ അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പലരും ഈ സഹജീയ മെന്റാലിറ്റി ഉള്ള ആൾക്കാരെല്ലാം ഈ പ്രകാരം എന്ത് ചെയ്യും, ഇത് മെന്റൽ സ്പെക്കുലേഷൻ ആണ്. അതായത് ഊഹാപോഹമാണ്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെന്ന് പറയുന്നത് പടിപടിയായിട്ട് മുന്നേറാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഇത് ഒരു ഫിക്സഡ് പ്രോസസ് ആണ്. ഇതിന് എത്ര സമയം എടുക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ സിൻസിയറിറ്റി അനുസരിച്ചിരിക്കും. എത്തുകില്ല എന്നല്ല പറയുന്നത്, ഒരിക്കൽ എത്തും. ഏത് സ്ഥലത്ത് ആ സ്ഥലത്ത് എത്തുക തന്നെ ചെയ്യും. പക്ഷെ സമയം, ഒരാളുടെ സിൻസിയറിറ്റി, അയാളുടെ ആ ഒരു എന്താണ് ഔത്കണ്ഠ്യ,
അയാളുടെ ഈഗർനെസ് ഒക്കെ അനുസരിച്ചിരിക്കും. എന്താണ് ഈഗർനെസ് എന്ന് പറയുന്നത്? ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി കഴിഞ്ഞിട്ടേ നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ എന്ന് പറയുന്ന ആ സ്റ്റേജസ് വരികയുള്ളൂ. ഈ അനർത്ഥ നിവൃത്തി കഴിയാതെ അനർത്ഥ നിവൃത്തി എത്ര നാളുകൊണ്ട് ഉണ്ടാകും എന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഒരിക്കലും എത്താത്ത അവസ്ഥയല്ല അത്. ഒരിക്കലും നിരാശരാവാൻ പാടില്ല. ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഇത് ദൈവമേ ഇത് ഈ ഭക്തിയിൽ തുടങ്ങുകയും ചെയ്ത് ഇനി എത്തൂല എത്തൂല എന്നല്ല പറഞ്ഞത്, എത്തും. പക്ഷെ എപ്പോ എത്തും എന്നുള്ളത് നമ്മളുടെ ആഗ്രഹത്തെ, നമ്മളുടെ ഇത് എന്താണ് അവസ്ഥയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആശ്രയിച്ചിരിക്കുന്നത്. പക്ഷെ നാരദ മഹർഷി എന്ത് ചെയ്യുന്നു? അത്രയധികം അദ്ദേഹം ഭഗവാനിൽ വന്നിട്ട് എന്ത് ചെയ്തിരുന്നു? ആശ്രയിച്ചിരുന്നത് കൊണ്ട്, അതീന്ദ്രിയ പ്രേമം അനുഭവപ്പെട്ടിരുന്നത് കൊണ്ട് ഭഗവാന് പെട്ടെന്ന് തന്നെ വരേണ്ടി വന്നു. ഓക്കെ, എന്താണ് അപ്പൊ ഭഗവാൻ എത്തി. ഇനി എന്ത് ചെയ്യും? ഭഗവാൻ എത്തുമ്പോ എന്താണ് സംഭവിക്കുക? എവിടെ എത്തി? ഭഗവാൻ ഹൃദയത്തിലാണ് എത്തിയത്, അല്ലെ? അപ്പൊ നമുക്കും ഭഗവാനെ ഹൃദയത്തിൽ വിളിച്ചു വരുത്താൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? ഒരു ശ്ലോകമുണ്ട്, ഭാഗവതത്തിൽ തന്നെ പറയുന്നു. എന്താണ്? പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാം ഭാവസരോരുഹം ധുനോതി ശമലം കൃഷ്ണ സലിലസ്യ യഥാ ശരത്. നമുക്ക് ഇത് കേട്ടാൽ മാത്രം മതി. കലികാലത്തിൽ നമുക്ക് വീട് വിട്ട് ഇറങ്ങി പോവാൻ പറ്റില്ല, കാട്ടിൽ പോയിരിക്കാൻ പറ്റൂല. ഈ നാരദ മഹർഷി ചെറിയ കുട്ടിയായിരുന്നപ്പോ ചെയ്തതുപോലെ കാട്ടിലും മേട്ടിലും നടന്ന് ഭഗവാനെ അന്വേഷിച്ച് പോകാൻ പറ്റില്ല. കാരണം എന്താണ്? കാടും ഇല്ല, മേടും ഇല്ല, ഒന്നുമില്ല. അവിടെ എല്ലാം കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഏത് കാട്ടിലാണ് നമ്മൾ പോകുന്നത് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാകും. അയ്യോ, വീട്ടിൽ ഭാര്യ എന്ത് ചെയ്യും, മക്കൾ എന്ത് ചെയ്യും, നാളെ പരീക്ഷയാണ്, അവൻ എന്ത് പഠിച്ചിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഭഗവാൻ തന്നിരിക്കുന്നത്? കലേർ ദോഷനിധേ രാജൻ അസ്തിക്ക് ഏകോ മഹാൻ ഗുണാൻ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്ത സംഘ പരംരജേത്. അതിനകത്ത് ധ്യാനാത് ഏവ കൃഷ്ണസ്യ എന്ന് പറഞ്ഞിട്ടില്ല. എന്താണ്? ദാനാത് ഏവ കൃഷ്ണസ്യ എന്ന് പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ്? കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്ത സംഘ പരംരജേത്. കലി എന്ന് പറയുന്നത് ദോഷനിധിയാണ്, അല്ലയോ രാജൻ? പരീക്ഷത്തിനോട് പറയണം ശുകദേവ ഗോസ്വാമി. കലേർ ദോഷനിധേ രാജൻ അസ്തിക്ക് ഏകോ മഹാൻ ഗുണൻ. ഒരേ ഒരു മഹത് ഗുണം മാത്രമേ ഉള്ളൂ. കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്ത സംഘ പരംരജേത്. കീർത്തനാത് ഏവ കൃഷ്ണസ്യ ഏവ, ഒരേ ഒരു വഴിയേ ഉള്ളൂ. വേറെ പല വഴികളെ കുറിച്ചും അവർ പറയുന്നില്ല. ഒറ്റ ഒരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്ത സംഘ പരംരജേത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഭഗവാൻ ഹൃദയത്തിൽ പ്രത്യക്ഷനായി. നമ്മളുടെയും ഹൃദയത്തിൽ പ്രത്യക്ഷനാകും. എങ്ങനെ? പ്രവിഷ്ട കർണരന്ധ്രേണ, ചെവിയിൽ കൂടിയാണ്. നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുമ്പോൾ കേൾക്കുകയും കൂടി വേണം. വേറെ കോൺസെൻട്രേഷൻ ഇല്ലാത്ത തരത്തിൽ നമ്മൾക്ക് മൊബൈല് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാര് സംസാരിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇതൊന്നും ചെയ്താൽ എന്ത് കിട്ടുകയില്ല? ഈ ശ്രവണം എന്ന് പറയുന്നത് യാവുകയില്ല.